നമുക്കിന്ന് സംസാരിക്കാനുള്ളത് ക്രോസ് സെല്ലിങ്ങിനെ കുറിച്ചാണ്. സോ ഈ ക്രോസ് സെല്ലിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ പറയുന്നൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കസ്റ്റമറിന് ആവശ്യമില്ലാത്ത സാധനം അവൻ്റെ മേൽ കെട്ടിവെക്കാനുള്ള ഒരു തന്ത്രമല്ലേ എന്നുള്ളതാണ്. ആബ്സല്യൂട്ട്ലി അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ക്രോസ് സെല്ലിംഗ് എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഈ ക്രോസ് സെല്ലിംഗ് ഒരു എക്സിക്യൂട്ടീവ് എന്നുള്ള നിലക്ക്, സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ള നിലക്ക് ഏത് ഭാഗത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ക്രോസ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ, ഒരു കസ്റ്റമർ ഒരു സാധനം വാങ്ങാൻ വരുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രൊഡക്റ്റ് കൂടി അവനിക്ക് സെൽ ഔട്ട് ചെയ്യുന്നതിനാണ് ബേസിക്കലി ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്നത്. സോ ഒരാൾക്ക് ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് പോകുകയാണെങ്കിൽ, വളരെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റെസ്റ്റോറൻറ്റ് പോകുന്ന സമയത്ത് ഞാനൊരു ദോശ പറഞ്ഞു, ഒരു മസാല ദോശ പറഞ്ഞു, അതിനോടൊപ്പം അവിടുത്തെ ആൾ എന്തുകൊണ്ടുവരും, ഒരു വട കൂടി കൊണ്ടുവരും. ആ സമയത്ത് നമുക്ക് ആ വട ഇഷ്ടമല്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്കതൊന്ന് കഴിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നമ്മൾ ബേസിക്കലി എന്ത് പറയും, വേണ്ടാന്ന് പറയും. പക്ഷേ ആ വെയിറ്റർ അവിടെ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ക്രോസ് സെല്ലിങ്ങിനുള്ള ഒരു വിൻഡോ ഓപ്പൺ ചെയ്തേ കറക്റ്റ് അല്ലേ? കസ്റ്റമർ ആവശ്യമുണ്ടെങ്കിൽ, എനിക്ക് വിശപ്പുണ്ടെങ്കിൽ, വട തിന്നാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ആ വട അവിടെ നിന്ന് ഗ്രാബ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ബേസിക് ക്രോസ് സെല്ലിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ. സിമിലർലി എല്ലാ കാറ്റഗറീസിൻ്റെ ഉള്ളിലും ഈ ക്രോസ് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അത് കമ്പനിയുടെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി മാത്രമല്ല, കസ്റ്റമറിൻ്റെ വാല്യൂ കൂട്ടുവാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണ്, ഏത് സമയത്താണ് ബേസിക്കലി ക്രോസ് സെല്ലിംഗ് നമ്മൾ ഉപയോഗിക്കേണ്ടത് തന്നെ? നമ്മുടെ ഒരു സെൽ ഔട്ട് സ്റ്റെപ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം 7 ബേസിക് സ്റ്റെപ്സ് എന്ന് പറയാൻ പറ്റും. അതിൽ പ്രീ സെല്ലിംഗ് ആയിട്ടുള്ളുണ്ടാവും, അതിൽ അഡ്വർടൈസ്മെൻറ്റ്സ് വരും, വാക്കിൻ കസ്റ്റമേഴ്സിനെ വെൽക്കം ചെയ്യുന്ന രീതിയിൽ എല്ലാ സാധനങ്ങളും പ്രീ സെല്ലിംഗ്, കടയിലേക്ക് കയറുന്നതിന് മുമ്പുള്ള എല്ലാ സ്റ്റെപ്പുകളും അതിൽ വരും. അവിടെയല്ല ബേസിക്കലി വേണ്ടത്. പകരം എവിടെയാണ്, നമ്മുടെ നീഡ് അനാലിസിസിലാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നീഡ് അനാലിസിസിലാണ്. സെക്കൻഡ് സ്റ്റെപ്പ്, അതല്ലെങ്കിൽ രണ്ടാമത് നമുക്കൊരു ചാൻസ് ഉള്ളത് ബേസിക്കലി കൺസൾട്ടേഷൻ ടൈമിലാണ്. കൺസൾട്ടേഷൻ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ചാൻസ് ഉള്ളത് ആഫ്റ്റർ ക്ലോസിങ്, ആഫ്റ്റർ സെയിൽസിലാണ്. സോ ഈ 3 സ്ഥലങ്ങളിലാണ് ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കസ്റ്റമറിനോട് ക്രോസ് സെല്ലിങ്ങിന് സമ്മതമാണോ അല്ലെങ്കിൽ ഇന്ന പ്രൊഡക്ട്സ് നമുക്ക് കാണിക്കാൻ പറ്റുക. ഓൾറെഡി നോക്കുന്ന പ്രൊഡക്റ്റിനോടൊപ്പം മറ്റൊരു പ്രൊഡക്റ്റ് കൂടി കാണിക്കാൻ പറ്റുക. സോ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമ്മൾ നീഡ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കസ്റ്റമർ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുവാണ്, അതിനോടൊപ്പം നമുക്ക് ഇൻഷുറൻസും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കസ്റ്റമറിനൊരു ഓഫറാണ്. കസ്റ്റമറോട് ചോദിക്കാം, സാറിന് ഇന്ന പ്രൊഡക്റ്റിന് ഇത്ര വാറണ്ടി ഉണ്ട്, ഇതിന് എക്സ്റ്റെൻഡ് ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു 3 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് സാറിന് എന്ത് കിട്ടും, ഇൻഷുറൻസ് കിട്ടും, അതല്ലെങ്കിൽ വാറണ്ടി എക്സ്റ്റൻഷൻ കിട്ടും എന്ന് പറയാൻ പറ്റും. സോ ആ സമയം നമുക്ക് ഉപയോഗിക്കാം അല്ലേ. രണ്ടാമത്തത്, ഇപ്പോൾ നീഡ് അനാലിസിസിലല്ല ചില പ്രൊഡക്ട്സ് ഉണ്ടാവുക, പ്രൊഡക്റ്റ് കൺസൾട്ടിങ്ങിലാണ്. അതാരണം ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു TV വാങ്ങിക്കാൻ വരുവാണെങ്കിൽ പ്രൊഡക്റ്റ് കൺസൾട്ടിങ്ങിൻ്റെ സമയത്ത് TV കാണിക്കുന്നതിനോടൊപ്പം തന്നെ എനിക്കൊരു സൗണ്ട് ബാറോ അതല്ലെങ്കിൽ ഒരു സ്പീക്കർ സിസ്റ്റമോ കാര്യങ്ങളെല്ലാം അതിനോടൊപ്പം കാണിച്ച് ഡെമോ കാണിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് സെല്ലിങ്ങിനുള്ള ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് തരാൻ പറ്റും. സോ ഓരോ സാധനത്തിനും, ഇപ്പോൾ ഒരു മോട്ടോർ ബൈക്കിൻ്റെ അല്ലെങ്കിൽ ഒരു കാറിൻ്റെ ഡെമോ കാണിക്കുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന കവേഴ്സോ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന പെർഫ്യൂംസ് വരെയോ നമുക്ക് എന്ത് ചെയ്യാം, ഈ കൺസൾട്ടേഷൻ പീരീഡിൻ്റെ ഉള്ളിൽ ക്രോസ് സെല്ലിംഗ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തത്, ചില കസ്റ്റമേഴ്സിന് ഇവിടെയെല്ലാം നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആഫ്റ്റർ സെയിൽസിൽ കസ്റ്റമർ സെൽ ഔട്ട് ചെയ്തതിന് ശേഷം ആഫ്റ്റർ സെയിൽസ് ദർ ഇസ് എ പ്രൊസീജിയർ. ആ കസ്റ്റമറിനെ നമുക്ക് തിരിച്ച് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ടിപ്സിന് വേണ്ടി വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ മെയിൻ്റെനൻസിന് വേണ്ടി വിളിക്കാറുണ്ട്, അതിലേക്ക് ഡെലിവറിയും ഇൻസ്റ്റാളേഷനും കറക്റ്റ് ആവണോ എന്നറിയാൻ വേണ്ടി വിളിക്കാറുണ്ട്. ആ സമയത്തെല്ലാം ബേസിക്കലി നമുക്ക് ആഫ്റ്റർ സെയിൽസിൻ്റെ സമയത്തും നമുക്ക് ഈ ഒരു ക്രോസ് സെല്ലിങ്ങിൻ്റെ ടെക്നിക്ക് ഉപയോഗിക്കാം. സോ ക്രോസ് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റായ കാര്യമേ അല്ല. കസ്റ്റമറിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അതേ ആ സമയത്ത് വാങ്ങിക്കുള്ളൂ. ബേസിക്കലി കസ്റ്റമറിൻ്റെ സമയവും, അതുകൂടാതെ ഈ കോംബി ഓഫേഴ്സ് കിട്ടുന്ന സമയത്ത് കസ്റ്റമറിന് കൂടുതൽ ഓഫർ കൊടുക്കാനും ഈ ക്രോസ് സെല്ലിങ്ങിലൂടെ നമുക്ക് സാധിക്കാറുണ്ട് അല്ലേ. സോ ക്രോസ് സെല്ലിംഗ് വളരെ നല്ല സംഭവമാണ്, അത് ട്രെയിൻ ചെയ്തെടുക്കേണ്ട ഒരു സംഭവമാണ്. ഒരു കാരണവശാലും എല്ലാവരും വിചാരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഒരു സെൽ ഔട്ട് ഇതിലൂടെ കഴിഞ്ഞു, ഇനിയും ഞാൻ വേറൊരു പ്രൊഡക്റ്റിന് വേണ്ടി പുഷ് ചെയ്യണോ എന്നൊരു ആലോചന ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അതിനൊരു ആവശ്യമില്ല. വി ആർ ആക്ച്വലി ഹെൽപ്പിംഗ് ദ കസ്റ്റമർ. കസ്റ്റമറിന് ഉള്ളിൽ ഇല്ലാത്ത അൺസ്റ്റേറ്റഡ് ആയിട്ടുള്ള നീഡ്സ് എന്ന് പറയുന്നതിനപ്പുറം അൺസ്റ്റേറ്റഡ് ആയിട്ടുള്ള നീഡ്സ് ഉണ്ട്. അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് കൂടി നമ്മൾ കൊടുക്കുന്നതിനെയാണ് ബേസിക്കലി ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. സോ എല്ലാവർക്കും നല്ല രീതിയിൽ സെൽ ഔട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു.